ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെ തകർത്ത കൊച്ചി NCB പ്രതി മൂവാറ്റുപുഴ സ്വദേശി എന്ന കണ്ടെത്തൽ 4 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയെ തകർത്തത്. മൂസിന അസു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മൂസിന, എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? അനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 4 മാസക്കാലമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് കൊച്ചി NCB സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കെറ്റോ മെനോൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിൽ തന്നെ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖല വിൽപ്പന ശൃംഖലയെ NCB കൊച്ചി തകർത്തിരിക്കുന്നത് തന്നെയാണ് ഈ NCB ഔദ്യോഗികമായി തന്നിരിക്കുന്ന പത്രക്കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ശൃംഖലയുടെ സൂത്രധാരൻ ഒരു മലയാളിയാണ് എന്ന വിവരം NCBക്ക് ലഭിച്ചിരുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഈ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയിലൊക്കെ തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തുക വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം വിവിധ ശൃംഖലകളായി ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുക എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കെറ്റോ മെനോൺ ഉൾപ്പെടെയുള്ള ഈ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലകളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക വലിയ ശ്രമകരമായ കാര്യമാണ്. അത്തരത്തിൽ ഈ ആള്, അതായത് സൂത്രധാരൻ മലയാളിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. മാത്രമല്ല ഇയാൾ മൂവാറ്റുപുഴ സ്വദേശിയാണ് എന്നുള്ള വിവരവും NCB പങ്കുവെക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഈ പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ നിന്നാണ് ഇയാൾ ഈ നെറ്റ്വർക്ക് ശൃംഖല വഴി അയച്ചിരുന്നതെന്ന് തന്നെയാണ് NCB വ്യക്തമാക്കുന്നത്. ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ യഥാർത്ഥ വ്യക്തിഗത വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നുള്ള കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും 4 മാസത്തെ ഒരു വലിയ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു നേട്ടം കൊച്ചി NCBക്ക് കൈവരിക്കാനായത്. മാത്രമല്ല ഈ കെറ്റോ മെനോൺ ശൃംഖലയിൽ ഉള്ള പങ്കുവെക്കപ്പെട്ട വിവിധ ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് ക്വാണ്ടിറ്റി അടക്കമുള്ള വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് കൂടിയ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് പങ്കുവെക്കാനാകും. അനീഷ.